ഹായ് ഗൈസ്, ഇറ്റ്സ് മീ അഗൈൻ. സോ നമ്മൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട്, ഗെയിം വീഡിയോസ് ഇട്ടിട്ട്. സോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഫ്രീ ഫയറിൻ്റെ BR സോളോ മാച്ച് കളിക്കാനും. സോ അപ്പോൾ ഒന്ന് നോക്കിയാൽ നേരെ നമ്മളൊന്ന് സ്റ്റാർട്ട് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇവൻ്റ് നിങ്ങൾക്ക് എത്ര ആയി എന്നൊന്ന് കമൻറ്റ് പറയണം. സോ ഞാനാണെങ്കിൽ പുതിയ ഇവൻ്റ് വന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കളിക്കാൻ വേണ്ടി പിന്നെ ഫ്രീ ഫയർ ഇൻസ്റ്റാൾ ചെയ്തത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ നമ്മളെ ഗോജോൻ്റെ ഇവൻ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കും, അപ്പോൾ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ പറഞ്ഞ് കേടാക്കി ഇവൻ്റ് വന്നു. പിന്നെ സോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ഐറ്റം എന്താ പറയുക, ഈ വണ്ടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ തീർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതും പറയണം. കാരണം എനിക്ക് ആ സംഭവം കയ്യിരിക്കുന്ന ഇഷ്ടമല്ല. ചുമ്മാ ഞാൻ തീർക്കും. നമുക്ക് ഏത് കിട്ടും? ഓക്കെ, സ്നോ റാൻഡം ഇവൻ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇപ്രാവശ്യം നമുക്ക് എവിടെ പോയി ഇറങ്ങാം? അപ്പം നമുക്ക് ഹങ്കറിൽ ഇറങ്ങാം. സോ നമ്മൾ ഇവിടെ എവിടെ ആയാലും കുറേ എനിമി എന്തായാലും ഉണ്ടാകും. എനിമി കുറവുള്ള സ്ഥലം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവിടെ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എല്ലായിടത്തും ഇന്നലെ ഫ്രീ ഫയറിൽ എല്ലാവരും വിചാരിക്കും കുറഞ്ഞ എനിമിയുള്ള സ്ഥലത്ത് പോയി ലൂട്ട് ചെയ്യണം. അങ്ങനെ വിചാരിച്ചാൽ എല്ലായിടത്തും പോയി ഇറങ്ങും. പിന്നെ നമ്മളവിടെ പോയി ഇറങ്ങിയാലും കാര്യമൊന്നുമില്ല. സോ നമ്മളേതായാലും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി ലൂട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് പതുക്കെ കളിക്കാം. നമുക്ക് കുറച്ച് അത്യാവശ്യം കില്ല് എടുക്കാൻ പറ്റും. നമുക്ക് എക്സ്മീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ബൈസൺ കിട്ടി. ഷോർട്ട് റേഞ്ചും കിട്ടി, ലോങ് റേഞ്ചും കളിക്കാൻ കിട്ടി. ഇപ്പം തന്നെ കുറേ പേര് എലിമിനേറ്റ് ഉണ്ട്. അവരൊക്കെ പീക്കി പറഞ്ഞായിരിക്കും മിക്കവാറും. അല്ലാണ്ട് ഇത്ര പെട്ടെന്ന് എന്തായാലും ചാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരുമിച്ച് കൂട്ടായിട്ട് ഇറങ്ങിയുണ്ടാവും ചാവും. നമുക്ക് ഏതായാലും നൈസായിട്ട് താഴോട്ട് ഇറങ്ങാം. സോ ഇവിടെ നമുക്കിതൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, സോ ഇവിടെ നമുക്ക് P90 കിട്ടി. P90 എടുക്കാം. ഇവിടെയാണ് ഇനി പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലൂട്ട് ചെയ്യാനില്ല. ഇവിടെ നിന്നാണെങ്കിൽ എനിമീസിൻ്റെ കാണുന്നുമില്ല. ആകെ എനിമിയുടെ ഗൺ ഫയർ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് ആ വേഗത്തോട്ടൊന്ന് പോയി നോക്കാം. അതിന് അഥവാ അവിടെ എനിമീസിനെ കാണുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഓസിക്കില്ലെങ്കിലും എടുക്കാൻ നോക്കാം. എവിടെ വന്മാർ കാണുന്നില്ലല്ലോ. സോ അതിന് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഇല്ലടേ. ഓക്കെ, കണ്ടു. അവനാണെങ്കിൽ അത്യാവശ്യം നല്ല ഡാമേജ് കയറുന്നുണ്ട്. 146 സംതിങ് കണ്ട് കയറിയിട്ടുണ്ടായിരുന്നു ഹെഡിന്. പക്ഷെ അവനാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഹിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് കയറി ചെന്നാലൊക്കെ മെഡ് അടിച്ചിട്ട് കയറി ചെല്ലാം. ഇല്ലേ അവനൊക്കെ തലക്കിട്ടൊക്കെ അടിക്കുന്നു. 1 പ്ലെയറെ കാണാൻ ഞാനാണെങ്കിൽ അവിടെ കിടക്കും. ഓക്കെ, സണ്ണൻ അവിടെ തന്നെ ഇരിക്കുന്നു. നമുക്ക് അത്ര ഉള്ള കേസ് നമ്മൾ അവിടെ നിന്ന് ഒരുത്തന്നെ നമ്മൾ കില്ലടിച്ചിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ 2 പേരുണ്ട്. നമുക്ക് നല്ല ഹിറ്റ് ചെയ്യാൻ നമുക്ക് മെഡിക്കറ്റ് അടിക്കുക. ഇല്ലെങ്കിൽ എന്തായാലും കാര്യം നമ്മൾ എടുക്കും, ഉറപ്പാണ്. അതായത് വാട്ട് ദ ഹെൽ ബ്രോ, അതാരാ ഇവിടുന്ന്? നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ എനിമി ഉണ്ട്. ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ സൈഡിൽ നിന്ന് അടിക്കാന്ന് വെച്ചാൽ അവിടെ ഗ്ലൂ വാൾ ഇടാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അതായത് ഓട്ടോറിയായിട്ടുണ്ട്. സോ ഇനി നമ്മളേതായാലും അവിടെ തന്നെ ഇറങ്ങുന്നില്ല. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അവിടെ ആകും. നമ്മളതിനാണ് ഇപ്പം പ്രത്യേകിച്ച് ലൂട്ടൊന്നുമില്ല. അപ്പം നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഞാൻ ഒരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി അവിടുന്ന് പതുക്കുമ്പോൾ ലൂട്ടെടുത്ത് കയറിച്ചല്ല. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ജസ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും. ഓക്കെ, വെസ്റ്റ് ഉണ്ട്, ലെവൽ 1 ആണ്. നമ്മുടെ ലെവലുണ്ട്. ഓക്കെ ഗൈസ്, ഫമാസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ കേസ് നൈസ് വിൻചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പം ലോങ് റേഞ്ച് കളിക്കാൻ എണ്ണായി. നമുക്ക് ഷോർട്ട് റേഞ്ച് നല്ലൊരു എണ്ണം വേണം. ഫമാസ് വന്നിട്ട് ഞാൻ കളിക്കാറ് പോലും ഇല്ല മര്യാദയ്ക്ക്. അതെനിക്ക് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഒന്ന് വണ്ടാ പിടിക്കാൻ പറ്റിയ കണ്ണാന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ അത് ബോഡി അടിച്ച് ഞാൻ കുറേ നേരം കുത്തി പിടിക്കണം. അത് എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നല്ല ക്യാറ്റ് സ്കില്ലൊന്നും ഇല്ലാതിൻ്റെ ആയിരിക്കും. നമുക്ക് ഇനി ഇവിടെ എന്താണ് ലൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്കാണ് പരാങ്ക് കിട്ടി. ഇവിടെ ട്രോവൻ കിടപ്പുണ്ട്, പക്ഷെ എനിക്കത് വേണ്ട. നമുക്കിനി അതേപോലത്തെ ആ ഫ്രണ്ടിൽ കാണുന്ന അതേപോലത്തെ വേറൊരു വീടാണ്. നമ്മൾ ബാക്കിൽ നിന്നല്ലേ വന്നത്. അത്
നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് കയറി നോക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ടൂണ് കേൾക്കുന്ന കേട്ടില്ലേ, അത് ഈ ഇവൻറ്റിൻ്റെ ഇതാണ് എനിക്ക്. ഓക്കെ അവിടെ ലോങ്ങിലൊരു ഇത് വരുന്നുണ്ട്, കാറ് വരുന്നുണ്ട്. സോറി വീക്ക് ഇതൊക്കെയാണ് നമുക്കിത് എടുക്കാൻ പറ്റും. വണ്ടിക്ക് പോലും ഡാമേജ് കൊള്ളുന്നില്ലടാ ഇത്. നമുക്ക് കഴിഞ്ഞ് യെസ് ആരാ നമ്മളെ അടിച്ചിട്ടുണ്ടോ? ഓക്കെ അണ്ണനെ നമുക്ക് കൊല്ലാൻ പറ്റൂ. മെണ്ടടിക്കാം. ഓക്കെ അണ്ണൻ. ഓ അത്രേ ഉള്ളൂ. കിട്ടുമോ? കില്ല് അത്ര നമുക്ക് കില്ല് കിട്ടിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ നല്ല ഹെഡിന് തന്നെ ഒരു അടിയും കൊടുത്തു. അതുപോലെ അവൻ സോൺ ഔട്ടിലായതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഇനി അവൻ്റെ റൂട്ട് എടുക്കാൻ എനിക്ക് പോകണമെന്നില്ല. പക്ഷേ ഇനി സോണി പോയി പിന്നെ അകത്ത് കയറി എനിക്ക് അത് വയ്യാണ്. സോ അപ്പം നമുക്ക് നേരെ ഇനി ഇതിലെ കറങ്ങി ചെന്ന് പീക്കിലേക്ക് പോകാം. പീക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കില്ല് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ല പീക്ക് ചെന്നിട്ടായാലും ഇനി നമുക്ക് 1-2 കില്ല് കിട്ടിയാലും നല്ലതായിരിക്കും. ഓക്കെ ഇവിടെ ഒന്നും എനിമീസിനെ കാണുന്നില്ല. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം സോൺ കയറി വരുന്നതുകൊണ്ട് ഒറ്റ എനിമിയില്ല. നമുക്കാണെങ്കിൽ ഇവിടുന്ന് സോണിൻ്റെ എഡ്ജ് പിടിച്ച് പതുക്കെ ലൂട്ട് ചെയ്ത് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാവാണ്ടിരുന്നാൽ മതി. ഇവിടെ വേറൊരു വിൻഡിസ്റ്റ് കിടപ്പുണ്ട്. ശരിക്കും വേണ്ട, നമുക്കത് അഗ് എടുക്കുക. ഓഗ് അഗ് അങ്ങനെന്താ ഉണ്ട്. ആ ഗണ്ണിൻ്റെ ശരിക്കും പേര് എനിക്കറിയില്ല. ഞാനത് ഓഗ് എന്നാണ് വായിക്കുന്നത്. നിങ്ങളെന്താ പറയുന്നത് കമൻറ്റ് പറയാം. അത് കഴിച്ച് നമുക്ക് നേരെ കഴിഞ്ഞാൽ ഭീമാസക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. അതുകൊണ്ട് ഒറ്റ എനിമി അങ്ങനെ കാണണ്ടാണോ നോക്കി നോക്കാം. അങ്ങോട്ടാണ്ട് എല്ലാം വരെ പോയി തോന്നുന്നു, അറിയത്തില്ല നമുക്ക്. ഓക്കെ ഇവിടെ കുറച്ച് ആമോ ഉണ്ട്. ഓക്കെ MP5 കിട്ടും. നമുക്ക് ഇത് മാറ്റി MP5 എടുക്കാം. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട്, നേരെ അതെടുത്തു. ഓ ഗൈസ് ഞാൻ വിചാരിച്ചാൽ അവനവിടെ വെറുതെ നിൽക്കുക. നെറ്റ് പോയി വണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. താഴെ പോയി ഗൈസ്. ഇതേപോലെയാണ് ഒറ്റം നമുക്ക് എൻ്റെ ലൂട്ട് എടുത്തിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാം. അണ്ണനാണെങ്കിൽ ഓടി ഫുൾ സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് ഈ സീപ്പ് ലൈൻ പിടിച്ച് മേളിലോട്ട് പോയിട്ട് അവനെ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളാണ് സോണിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് അവനെ കുത്തിപ്പിടിച്ചൊക്കെ എടുക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. അവരെ സോണ വീട്ടിൽ തന്നെ പോകണം ഗൈസ്. അവൻ്റെ കില്ല് നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ ആ കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നേരെ എനിമിയുടെ ലൂട്ട് ബോക്സ് നോക്കി നോക്കാം. എന്തെങ്കിലുമൊക്കെ ലൂട്ട് ചെയ്ത് നല്ല സാധനം കിട്ടുകയാണെങ്കിൽ എടുക്കാം. കട്ടാനുണ്ട്, നമുക്ക് കട്ടാനെടുത്ത് ഓടാം ഗൈസ്. അവിടെ UAE നോക്കുകയാണെങ്കിൽ അവിടെ മുകളിലൊക്കെ നല്ല ഫൈറ്റ് ഉണ്ട്. ആരും നമ്മളെ പുറകിൽ നിന്ന് അടിച്ചൊക്കെ. ഇതേ അവിടെ മരത്തിൻ്റെ ബാക്കിലുണ്ട്, നിങ്ങൾ കണ്ടില്ലേ. നമുക്കാണെങ്കിൽ നൈസായിട്ട് മേലോട്ട് കയറിപ്പോവാം. അവൻ നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. അതിന് മുമ്പ് എന്നാലും നമുക്ക് ഇവിടെ ഗ്ലൂവാൾ ഇട്ട് നേരെ സോണിൻ്റെ അകത്ത് കയറാം. സോണോട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യും. കാരണം അതിന് കുറച്ച് ഹിറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹെൽത്ത് പോകും. ഞാൻ ജസ്റ്റ് ഹെൽത്ത് ഫുള്ളാക്കിയിട്ട് നേരെ സോണിൻ്റെ അകത്ത് കയറാം. ഇതിൻ്റെ ഇടയിൽ അവനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാണ്. അതിന് മുമ്പ് ഒക്കെ സമയം നമ്മൾ സോണിൻ്റെ അകത്ത് കയറി താഴെ എടുത്തിട്ട് ഇതിനെടുക്കാൻ പറ്റും. ചെക്കനാണ് ഫുൾ പ്രോ പ്ലെയറായിട്ടാണ് കളിക്കുന്നത്. നമ്മുടെ അത്ര എന്തൊക്കെയോ കാണിച്ച് അവൻ എടുത്തിട്ടുണ്ട്. കുത്തി പിടിച്ചിട്ട് തന്നെയാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് വണ്ടാ പഠിക്കാൻ ഷോർട്ട് റേഞ്ച് ആണെങ്കിൽ വണ്ടാ പഠിക്കാനോ അല്ലെങ്കിൽ ഹെഡ് അടിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒത്തിപ്പിടിച്ച് ചെക്കനങ്ങ് എടുത്ത് ഹെൽത്ത് ഫുള്ളാക്കി നമുക്കിനി കയറി ചെല്ലാം. UAE നമ്മുടെ റൈറ്റ് സൈഡിൽ എനിമി ഉണ്ടായിരുന്നു, കണ്ടോ. അപ്പോൾ സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ താഴെ എനിമിയുണ്ട്. താഴത്തെ എനിമീനെ എടുത്തിട്ട് നമുക്ക് ഇവനെ എടുക്കാൻ വരാം. സോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
സോ ഗൈസ് അവനത് ആഴ്സണലിൻ്റെ അപ്പുറം നിൽപ്പുണ്ട്. സോ ഗൈസ് ഇപ്പം എത്ര പേര് ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളവന് ചെറിയ അവന് നല്ല ഡാമേജ് ആണ് എനിക്ക് തോന്നുന്നു. നമ്മളവന് ജസ്റ്റ് എത്ര കൊടുത്തതെന്ന് ഞാൻ കണ്ടില്ല. ഞാനവനങ്ങ് എത്ര 61 കണ്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. 61 കൊടുത്തപ്പോഴത്തേക്കാണ് ഡൗൺ ആയി. സോ അവരെ കില്ല് മൊത്തം കിട്ടി നമുക്ക്. സോ നമുക്കിത് ഇവിടെ ഒരു ഹെൽമെറ്റ് ഉണ്ട്, ഹെൽമെറ്റ് കൊടുക്കാം. ഇതാരോ ലൂട്ട് ബോക്സ് ആയിരുന്നു. താഴെ ഇത് ആരോ ഡ്രോപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ കണ്ട എനിമിയാന്ന് തോന്നുന്നു. നമ്മൾ താഴോട്ടേക്ക് ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ യുഎഇയിൽ ഇപ്പോഴും അവിടെ വേറെ എനിമിനെ കാണിക്കുന്നുണ്ട്. കണ്ടില്ല, സൈഡിൽ അവിടെ നിൽപ്പുണ്ട്. ബട്ട് നമുക്ക് ആ താഴെയുള്ള ആരാന്ന് നോക്കിയിട്ട് അവനെ നമുക്ക് എടുക്കാൻ പോകും. ഉണ്ട് ഉള്ളൊന്നുമില്ലല്ലോ, ഇവനെന്താ കാണിക്കുന്നത്? ഓക്കെ, നമുക്ക് എടുക്കാൻ നോക്കാൻ പറ്റുമെന്ന്. ഓക്കെ, അവനങ്ങ് പറന്നുപോയി. പോയി നമുക്ക് ഞാനെ കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ അവൻ യൂസ് ചെയ്ത സെയിം ഐറ്റം വെച്ച് നമുക്ക് നേരെ പോകാം. പക്ഷെ അങ്ങനെ നമുക്കിത് 7 കില്ലായിട്ടുണ്ട്. നമുക്ക് ഈ മാച്ച് മാക്സിമം പോയി എടുക്കാൻ നോക്കണം. പറ്റുമോയെന്ന് അറിയില്ല. അവൻ കില്ല് ചെയ്ത എനിമിയുടെ ലൂട്ട് ബോക്സ്. സോ നമുക്കാണെങ്കിൽ അവൻ ചെയ്ത ആ ഒരു ഇതിൽ പോകണ്ട, നമുക്ക് ഇച്ചിരി മാറ്റി വെച്ച് നേരെ പോവാം. അണ്ണനാണ് അവിടെ ട്രാപ്പൊക്കെ ഇട്ട് സെറ്റായവരാണ് എനിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. 2 വൺ ടാപ്പ് കൊടുത്തപ്പോൾ താഴെയുള്ള എനിമി ഡെഡ് ആയിട്ടുണ്ട്. സോ നമുക്കിനി നേരെ കയറി ചെല്ലാം. ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടെങ്കിൽ അടിപൊളി. നമുക്ക് നമ്മുടെ ബൂയ മിസ്സായിട്ടുണ്ട്. ഇനി പാറാട ബാക്കിൽ നിന്ന് AC വെച്ച് നമ്മൾ നൈസിന് അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബൂയ മിസ്സായി. സോ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ ഓക്കെ, സൈനിങ് ഔട്ട്.